കൺസീവ് ആവാൻ പ്ലാൻ ചെയ്യുന്നവരാണോ നിങ്ങൾ? എങ്കിലേ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഗൈനക്കോളജിനെ ഒന്ന് നമ്മൾ കൺസൾട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ്, ബ്ലഡ് ഷുഗർ, വൈറ്റമിൻ ഡി, റുബെല്ല, HIV, ഹെപ്പറ്റൈറ്റിസ് ബി മുതലായ ബ്ലഡ് ടെസ്റ്റുകളും ചെയ്തിരിക്കണം. പിന്നെ പെൽവിക് സ്കാൻ ചെയ്യുന്നത് കൊണ്ട് ഫൈബ്രോയിഡോ പോളിപ്പോ എൻഡോമെട്രിയോസിസോ പിസിയോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കറിയാൻ സാധിക്കും. പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ 3 മാസം മുതലേ തന്നെ നമ്മൾ കഴിച്ചിരിക്കേണ്ട ഒരു മെഡിസിനാണ് ഫോളിക് ആസിഡ്. ഇത് കുഞ്ഞിനുണ്ടാകുന്ന ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് എല്ലാം പ്രിവെന്റ് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ പ്രീനാറ്റൽ മൾട്ടി വൈറ്റമിൻസും ഡോക്ടറുടെ അഡ്വൈസോടെ നമുക്ക് കഴിക്കാവുന്നതാണ്. കൺസീവ് ആവാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു 2 മാസം മുമ്പ് തന്നെ നമ്മൾ എടുത്തിരിക്കേണ്ട മെയിൻ ആയിട്ടുള്ള വാക്സിൻസ് ആണ് MMR, അതായത് മീസൽസ്, മംസ്, റുബെല്ല, അതുപോലെ ടെറ്റനസ്, ഹെപ്പറ്റൈറ്റിസ് ബി, ചിക്കൻ പോക്സ് മുതലായവ. ഇതെല്ലാം ഈ വാക്സിൻസ് എല്ലാം എടുക്കുന്നതിന് കറക്റ്റ് ആയിട്ടുള്ള സമയം എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ കൺസീവ് ആവാൻ പ്ലാൻ ചെയ്യുന്നതിന് 3 മാസം മുമ്പേ തന്നെ ഈ വാക്സിൻസ് എല്ലാം എടുക്കുന്നതാണ് നല്ലത്. ഒരിക്കലും കൺസീവ് ആവുന്ന അതേ മാസത്തിൽ ഈ വാക്സിൻസ് എടുക്കാൻ പാടില്ല. അടുത്തതാണ് ഹെൽത്തി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നത്. അതുപോലെ തന്നെ സ്മോക്കിംഗ്, ആൽക്കഹോൾ ഡ്രിങ്കിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം സ്റ്റോപ്പ് ചെയ്യണം. കാപ്പി കുടിക്കുന്നതിൻ്റെ ശീലം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കണം എന്നത് നല്ലതായിരിക്കും. ചെറിയ രീതിയിൽ എക്സസൈസ് ചെയ്യാം. ബാലൻസ്ഡ് ഡയറ്റ് ഹാബിറ്റ്സ് ഫോളോ ചെയ്യുന്നതും നല്ലതാണ്. അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മെൻസ്ട്രൽ ആൻഡ് ഓവുലേഷൻ ട്രാക്കിംഗ് എന്ന് പറയുന്നത്. ഇതിനായിട്ട് ആപ്സും ഓവുലേഷൻ കിറ്റ്സും ഇന്ന് അവൈലബിൾ ആണ്. അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് കൂടുതൽ പേരും ഫേസ് ചെയ്തിരുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ പല്ലിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അതായത് പല്ലിന് കേടോ ഗംസിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് ക്ലിയർ ചെയ്യായിരിക്കും നല്ലത്. കാരണം പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ഒരുപാട് മെഡിസിൻസ് എടുക്കാൻ സാധിക്കില്ല. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ പല്ലുവേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. നമുക്ക് അവസാനം ഇത് സ്ട്രെസ്സിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ഇത് കാരണമാവുന്നുണ്ട്. പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു ഡെന്റിസ്റ്റിനെ കാണിച്ചിട്ട് പല്ലിലെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യായിരിക്കും നല്ലത്. സ്ത്രീകളുടേതുപോലെ തന്നെ അവരുടെ പാർട്ട്നേഴ്സിന്റെയും ഹെൽത്ത് ചെക്കപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് എന്തെങ്കിലും ഹാബിറ്റ്സ്, അതായത് ഡ്രിങ്കിങ്ങോ സ്മോക്കിങ്ങോ അതുപോലെയുള്ള ഹാബിറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. റേഡിയേഷൻ, ഹാർംഫുൾ കെമിക്കൽസ്, പെസ്റ്റിസൈഡ്സ്, പെയിൻസ്, ടോക്സിക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഇതെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ജെനറ്റിക് സ്ക്രീനിങ് ആണ് അടുത്തത്. ഏതെങ്കിലും തരത്തിലുള്ള ജെനറ്റിക് ഡിസോർഡേഴ്സ് കുഞ്ഞിനെ എഫക്ട് ചെയ്യുമോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണിത്. ഇതിനെക്കാട്ടൊക്കെ ഉപരി ഫിനാൻഷ്യൽ ആൻഡ് പ്രാക്ടിക്കൽ പ്ലാനിംഗ് ആണ് മെയിൻ ആയിട്ട് വേണ്ടത്. കാരണം നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസോ അങ്ങനെ എന്തെങ്കിലും റിലേറ്റഡ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്ട്രെസ് നല്ല രീതിയിൽ നമുക്ക് കുറയും. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും ഉപരി നമ്മൾ മെന്റലി പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുക എന്നതാണ്. സ്ട്രെസ് ഫ്രീ ആയിട്ട് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്ത് ഹാപ്പി ആയിട്ട് ഇരിക്കുക.